ഇവളെന്തിനാ ഫുൾ ടൈം ടീഷർട്ട് ഇടുന്നു, ഇവളെന്താണാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമൻറ്റാ. എനിക്ക് കംഫർട്ടബിൾ അതാണ്, അത് ഞാൻ ഇടുന്നു എന്ന് വെച്ച് എനിക്ക് അത്യാവശ്യം ബോധമുണ്ട്. ഇപ്പോൾ എൻ്റെ കല്യാണത്തിന് ഞാൻ സാരിയാണ് ഉടുത്തത്, അപ്പോൾ എനിക്കറിയാം എവിടെ എന്ത് ഡ്രസ്സ് എങ്ങനെ. അവരാഗ്രഹിക്കുന്ന പോലെ നമ്മൾ ജീവിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് ഇഷ്ടമുള്ള എന്താണോ അത് നമ്മൾ ജീവിക്കും. വളകാപ്പിൻ്റെ വീഡിയോയിൽ കമൻറ്റ് ഉണ്ട്, ചേച്ചിക്ക് എന്നും ഇങ്ങനെ നടന്നൂടെ. അവന് റിപ്ലൈ കൊടുത്ത് എങ്ങനെ പട്ട് സാരി എടുത്തിട്ട് മിമിക്രി ഉണ്ടായിരുന്നു എൻ്റെ ഇടയിൽ. മിമിക്രി ഒന്നും ഉണ്ടായിരുന്നില്ല. തൻ്റെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു താൻ കോളേജ് കാലഘട്ടത്തിലെ ആൾക്കാരെ അനുകരിക്കുമെന്നുള്ള. ഏത് ഫ്രണ്ട്സ് ചുമ്മാ തള്ളുന്നു. ജഗതിനെ അനുകരി ഇയാള് മിമിക്രി ചെയ്യല്ലേ? ആ എന്നാലും ചേട്ടാ എന്തെങ്കിലുമൊക്കെ എനിക്ക് ആദ്യമായിട്ട് മെസ്സേജ് അയച്ചത് പാർവതി തിരുവത്താണെന്ന് തോന്നുന്നു. ആണോ? എന്താ മെസ്സേജ് അയച്ചേ? അപ്പൊ സ്റ്റോറി ഇട്ട്, എന്നെ മെൻഷൻ സ്റ്റോറി ഇട്ടു, അത്രേ ചെയ്തുള്ളൂ. അപ്പൊ ഞാൻ റിപ്ലൈ കൊടുത്തു. അത്രേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഭയങ്കര വലിയ സംസാരമൊന്നും ഉണ്ടായില്ല. എനിക്ക് പേടി ഇവരൊക്കെ സംസാരിക്കാൻ. എത്ര സെലിബ്രിറ്റീസ് ആക്ച്വലി ഫോളോ ചെയ്യുന്നുണ്ട്? അപർണദാസ് ഫോളോ ചെയ്യുന്നുണ്ട്, ബാലമുരളി ഫോളോ ചെയ്യുന്നുണ്ട്. ഓ, നിങ്ങളുടെ റീച്ച് ഒന്നും നമ്മുടെ സെലിബ്രിറ്റികൾക്കിടയിൽ പോലും നിങ്ങൾ തരംഗമാണ്. നമ്മൾ വർക്ക് ചെയ്തതിൽ ഇപ്പോൾ ബേസിലായാലും അജു വർഗീസ് ആയാലും വിനയ് ഫോട്ടോക്ക് ആയാലും ഭയങ്കര കംഫോർട്ട് ചെയ്യും. നമ്മൾ ഇംപ്രൂവൈസ് ചെയ്യും. നമ്മുടെ സ്ക്രിപ്റ്റ് എത്ര നന്നാക്കാമോ അതിനുള്ള പോയിന്റ്സ് പറഞ്ഞു. അജു അങ്ങനെ തന്നെ അവരിരിക്കും, മെനക്കെട്ടിരിക്കും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് മോശം അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എവിടെയൊന്നുമല്ല, ചില ആൾക്കാരൊക്കെ ഉണ്ടായിട്ടുണ്ട്. എല്ലാ വീഡിയോയുടെ ഔട്ട് കാണുമ്പോൾ മനസ്സിലായി എത്രമാത്രം ആർട്ടിസ്റ്റ് കോപ്പറേറ്റ് ചെയ്തെന്നുള്ളത്. അങ്ങനെ ഔട്ട് കിട്ടുള്ളൂ. അങ്ങനെ എടുത്തു പറയുന്ന ആരുടെയെങ്കിലും കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ പേര് പറഞ്ഞാൽ നിങ്ങൾ ഫോളോ ചെയ്യുന്ന ആരുടെയൊക്കെ പറയുമായിരിക്കും? സഞ്ജു ലക്ഷ്മി അല്ലേ? എനിക്ക് സഞ്ജു ലക്ഷ്മി ഇഷ്ടമാണ്. പിന്നെ ഇപ്പോ റീസെന്റ് ആയിട്ട് ഞാൻ കാണുന്ന ഒരു ടീമാണ് യുറേക്ക സ്റ്റോറീസ്. അവരുടെ അവരുടെ വേറൊരു അച്ഛനമ്മ എന്താടി കേൾക്കുന്നേ. മോളെ പറ്റി ന്യൂസ് ഒക്കെ ബന്ധക്കാരൊക്കെ അയച്ചു കൊടുക്കുന്നു. അത് എനിക്ക് തോന്നിയിട്ടുണ്ട് അത് അത്രയും വലിയൊരു പ്രശ്നമാക്കി യൂട്യൂബേഴ്സ് പറഞ്ഞു. പക്ഷെ അത് കണ്ടന്റ് ആണ്. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. പണ്ട് ഈ ചെറുപ്പത്തിലെ ഈ പറഞ്ഞ പോലെ നമ്മൾ സാധാരണ പെൺകുട്ടികളെ പോലെ മറ്റേ സാരി ഉടുക്കാനോ അല്ലെങ്കിൽ മറ്റേ പൊട്ടുകുത്താനോ കൺമഷി തൊടാത്ത ആ സൈഡിലേക്ക് പോകാത്ത കുട്ടിയാണല്ലോ നമ്മൾ. ഈ പറവൂർ പോലുള്ള ചെറിയൊരു നാട്ടും പ്രദേശത്ത് ഇങ്ങനെ ജീവിച്ചു വരുന്ന സമയത്ത് ആദ്യം ഇത്തരം സാധനങ്ങൾ ആൾക്കാർ പറഞ്ഞുകൊണ്ട് വരുന്ന സമയത്ത് അവരോട് എതിർത്ത് നിൽക്കാൻ പണിപ്പെട്ടിരുന്നോ? പിന്നെ ഞാനതങ്ങനെ മൈൻഡ് ചെയ്യാറില്ല. എനിക്ക് വീഡിയോസ് ചെയ്യുമ്പോൾ എനിക്ക് ഫേസ്ബുക്കിൽ കമൻറ്റ് വരും. ഞാൻ മിക്കപ്പോഴും ടീഷർട്ടാണ് യൂസ് ചെയ്യുക, ടീഷർട്ടും ട്രാക്ക് പാൻറ്റും യൂസ് ചെയ്യുക. ഈവൻ പ്രഗ്നൻ്റ് ആയതിനു ശേഷവും കുറേയൊക്കെ ഞാൻ അതൊക്കെ തന്നെ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ കമൻറ്റാ, ഇവളെന്തിനാ ഫുൾ ടൈം ടീഷർട്ട് ഇടുന്നു, ഇവളെന്താണാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമൻറ്റാ. എനിക്ക് കംഫർട്ടബിൾ അതാണ്, അത് ഞാൻ ഇടുന്നു എന്ന് വെച്ച് എനിക്ക് അത്യാവശ്യം ബോധമുണ്ട്. ഇപ്പോൾ എൻ്റെ കല്യാണത്തിന് ഞാൻ സാരിയാണ് ഉടുത്തത്, അപ്പോൾ എനിക്കറിയാം എവിടെ എന്ത് ഡ്രസ്സ് എങ്ങനെ ഇടണം. ആൾക്കാരുടെ കംഫോർട്ടാണ്. അപ്പം ഇതാ ബ്രോ പ്രശ്നം. സോഷ്യൽ മീഡിയയിൽ നമ്മളൊരു സംഭവം ചെയ്യുമ്പോൾ ബാക്കിയുള്ളവർക്ക് അത് എന്തുകൊണ്ട് അവരാഗ്രഹിക്കുന്ന പോലെ നമ്മൾ ജീവിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് ഇഷ്ടമുള്ള എന്താണോ അത് നമ്മൾ ജീവിക്കും. അത് നമ്മൾ ജീവിക്കുന്നുണ്ട്. കല്യാണത്തിനാണ് ഞാൻ സത്യത്തിൽ ഇവിടെ അത്രയും സുന്ദരിയായിട്ട് അങ്ങനെ അതുകൊണ്ട് അതായത് അങ്ങനെ കാണാതിരുന്ന് കണ്ടപ്പോ അന്നേക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് ഉണ്ടായിരുന്നു. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ബോറടിക്കില്ല. പിന്നെ അതിനുശേഷം ഇപ്പൊ വളകാപ്പ്, കല്യാണത്തിന് ശേഷം പിന്നെ വളകാപ്പിനെ ഞാൻ നേരെ ഒന്ന് ഒരുങ്ങി കാണുന്നത്. ഇവക്ക് എന്താണോ ഇഷ്ടം. വളകാപ്പിന്റെ വീഡിയോയിൽ കമന്റ് ഉണ്ട്, ചേച്ചിക്ക് എന്നും ഇങ്ങനെ നടന്നൂടെ. റിപ്ലൈ കൊടുത്ത് എങ്ങനെ പട്ട് സാരി എടുത്തിട്ടോ. ഇവരൊക്കെ വിചാരിക്കുന്ന അങ്ങനെയാണ്. അതല്ല ലൈഫ്. നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ വീഡിയോ ഇടുന്നുണ്ട്, അത് വേറൊരു സൈഡ്. നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞ സംഭവമുണ്ട്, അത് വേറൊരു സൈഡ്. അങ്ങനെ പോവുക. ഈ നമ്മൾ വീഡിയോയിൽ കാണുന്ന അത്രയും സ്മാർട്ട് ആയിട്ടുള്ള ഒരു പെൺകുട്ടി സംസാരിക്കുന്നത് കോളേജ് കാലഘട്ടത്തിലാണല്ലോ. അതായത് ഒന്ന് ഉയർത്തെഴുന്നേക്കുന്നത്. അപ്പൊ തൊട്ടാണ് ഈ മിമിക്രി തുടങ്ങിയത്. താങ്കള് അഭിനയിച്ചു തുടങ്ങിയത് ആ സമയത്താണ്. മിമിക്രി ഉണ്ടായിരുന്നു എൻ്റെ ഇടയിൽ? മിമിക്രി ഒന്നും ഉണ്ടായിരുന്നില്ല. തൻ്റെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു താൻ കോളേജ് കാലഘട്ടത്തിലെ ആൾക്കാരെ അനുകരിക്കുമായിരുന്നാണല്ലോ. ഏത് ഫ്രണ്ട്സ് ചുമ്മാ തള്ളുന്നു. ഫിലിം സ്റ്റാർസിനെ എന്തെങ്കിലും അനുകരിക്കുമായിരുന്നോ? ഇല്ല. ഞാനിവൻ ഡബ് സ്മാഷ് അങ്ങനത്തെ പരിപാടിയൊക്കെ തന്നെ ഉള്ളൂ. ജഗതിനെ അനുകരി ഇയാള് മിമിക്രി ചെയ്യല്ലേ? ചെയ്യുമായിരുന്നു. ഇപ്പം ടച്ചില്ല ബ്രോ. അന്നേരം ചേട്ടാ എന്തെങ്കിലുമൊക്കെ ഇല്ല, ഞാൻ എവിടെ ചുമ്മാ എന്തൊക്കെയാ ചെയ്യുന്നത്?
ഞാൻ ഒരുപാട് സ്റ്റാർസിൻ്റെ ചെയ്യുമായിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഞാൻ സ്റ്റേറ്റിലൊക്കെ പോയിട്ടുള്ള. ആണോ മിമിക്രിക്ക് വേണ്ടിയിട്ടാ? കാര്യമില്ല ഇപ്പൊ അല്ല, അത് പ്രാക്ടീസ് ചെയ്താലേ പറ്റുള്ളൂ ബ്രോ. അത് പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നവർക്ക് പറ്റും. എനിക്കിപ്പോൾ ആ ഒരു ഇതില്ല. ചെറുതെന്തെങ്കിലും ചുമ്മാ ഇരി. ഇയാൾക്ക് ഇത്തരം കഴിവുകളൊക്കെ ഉണ്ടെന്ന് നിങ്ങൾ ഡേറ്റിംഗിലായിരുന്ന സമയത്ത് അറിയാമായിരുന്നോ? അതായത് മിമിക്രിയൊക്കെ ചെയ്യുന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. എൻ്റെ അടുത്ത് ഞാനൊരു ഓപ്പൺ ബുക്കാണ് പുള്ളിക്കാരുടെ അടുത്ത്. പക്ഷെ പബ്ലിക്കായിട്ട് എന്റെ റിലേഷൻഷിപ്സിന്റെ കാര്യമൊക്കെ ഫസ്റ്റ് ലാസ്റ്റ് നടുക്കത്തത് എല്ലാം പറഞ്ഞിട്ടുണ്ട്. അതാണോ നിങ്ങൾ മറ്റേ റീലാക്കിയത്? മറ്റേ മുൻ കാമുകി ഇങ്ങനെ വരുന്നത്? അയ്യോ അല്ല, അത് ഒരിക്കലും നടക്കുന്നില്ല. ജീവിതത്തിൽ നടക്കുന്നില്ല അത്. എന്റെ എല്ലാ റിലേഷൻഷിപ്പിന്റെ കാര്യം പുള്ളിക്കാരിക്ക് അറിയാം. സേഫ് സൈഡ് പിടിച്ചത്. ആരെങ്കിലും വന്ന് മുടക്കിയാല്. അതുകൊണ്ട് ഞാൻ ആദ്യമേ സേഫ് സൈഡ് പിടിച്ചു. കുറെ സെലിബ്രിറ്റീസ് ഫോളോ ചെയ്യുന്നില്ല ഇൻസ്റ്റാഗ്രാമിൽ. മറക്കാൻ പറ്റാത്തൊരു സെലിബ്രിറ്റി മെസ്സേജ്, ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നുന്ന സെലിബ്രിറ്റി മെസ്സേജ് ചോദിച്ചാൽ ആദ്യം പറയുന്നത് ഏതാ? അയ്യോ, അങ്ങനെ പെട്ടെന്ന് ചോദിച്ചാല് എനിക്ക് തോന്നുന്നു എനിക്ക് ആദ്യമായിട്ട് മെസ്സേജ് അയച്ചത് പാർവതി തിരുവത്താണ് തോന്നുന്നു. ആണോ? എന്താ മെസ്സേജ് അയച്ചേ? എൻ്റെ ഒരു വീഡിയോ, ഞാനും അമ്മയും കൂടെ ഉള്ളൊരു വീഡിയോ പുള്ളിക്കാരി സ്റ്റോറി എന്തോ ഇട്ടിട്ട്, അപ്പോൾ സ്റ്റോറി ഇട്ട് എന്നെ മെൻഷൻ ചെയ്ത് സ്റ്റോറി ഇട്ടു, അത്രേ ചെയ്തുള്ളൂ. അപ്പം ഞാൻ റിപ്ലൈ കൊടുത്തു. അത്രേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഭയങ്കര വലിയ സംസാരമൊന്നും ഉണ്ടായില്ല. എനിക്ക് പേടി ഇവരൊക്കെ സംസാരിക്കാൻ. അതാണ് ഒരു ഫസ്റ്റ് സെലിബ്രിറ്റി റീസെന്റ്. ബിനു പപ്പു അല്ലേ? ബിനു പപ്പു അയച്ചോ? ചേട്ടൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇപ്പൊ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആരെങ്കിലും വരാറൊക്കെ ഉണ്ട്. ഈ ഇടയ്ക്ക് റിമി ടോമി ഫോളോ ചെയ്തെന്നൊക്കെ എത്ര സെലിബ്രിറ്റീസ് ആക്ച്വലി ഫോളോ ചെയ്യുന്നുണ്ട്? റിമി ടോമി ഫോളോ ചെയ്യുന്നുണ്ട്, പാർവതി തിരുവോത്തുണ്ട്, ബിനു പപ്പു ഉണ്ട്, പിന്നെ സിത്താരമാണി ഫോളോ ചെയ്യുന്നുണ്ട്, സിത്താര കൃഷ്ണകുമാർ ഫോളോ ചെയ്യുന്നുണ്ട്, അജു വർഗീസ് ഫോളോ ചെയ്യുന്നുണ്ട്, പിന്നെ കുറെ പേരുണ്ട്. അപർണദാസ് ഫോളോ ചെയ്യുന്നുണ്ട്, അപർണ ബാലമുരളി ഫോളോ ചെയ്യുന്നുണ്ട്. ഓ, റീച്ച് ഉണ്ട്. നിങ്ങളുടെ റീച്ച് ഒന്നും സെലിബ്രിറ്റികൾക്കിടയിൽ പോലും നിങ്ങൾ തരംഗമാണ്. നമ്മളിപ്പോൾ അജു ചേട്ടൻ്റെ അടുത്ത് ലാസ്റ്റ് ഒരു ഇത് പ്രൊമോഷൻ വർക്ക് ചെയ്യുന്ന സമയത്ത് അജു ചേട്ടൻ ഭയങ്കരമായിട്ട് അവളെ പൊക്കി പറയുന്നുണ്ടായിരുന്നു. അജു ചേട്ടനൊക്കെ അത് കഴിഞ്ഞ പിന്നെ ഫോളോ ചെയ്ത് ഒരു വർക്ക് ഞങ്ങൾ ഒരുമിച്ച് പ്രൊമോഷൻ ചെയ്തായിരുന്നു. അതിൽ പിന്നെയാണ് ഫോളോ ചെയ്തത്. ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു അന്ന്. ഭയങ്കര ഹാപ്പി ആയിരുന്നു നമുക്ക്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ വീഡിയോസ് നമ്മൾ കാണുന്ന സമയത്ത് നമുക്കൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന, ഒരു മിഡിൽ ക്ലാസ്സിന് ഉറപ്പായിട്ടും കണക്ട് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ് നിങ്ങൾ എപ്പോഴും കോണ്ടന്റ് ആയിട്ട് കൊണ്ടുവരിക. എങ്ങനെ നിങ്ങൾ ഒരു ഷൂട്ടുള്ള ദിവസം അല്ലെങ്കിൽ ഒരു കണ്ടന്റ് നിങ്ങൾ ഷൂട്ട് ചെയ്യുന്ന ഒരു ദിവസമാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെ അന്നത്തെ ദിവസം എങ്ങനെയായിരിക്കും അത് പ്ലാൻ ചെയ്യുന്നത്, നിങ്ങളത് എക്സിക്യൂട്ട് ചെയ്യുന്നത്? ബ്രോ, ഇത് കണ്ടന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ആലോചിച്ച് ഇരുന്ന് അതൊക്കെ പ്രൊമോഷനാണ് ചെയ്യുന്നത്. ബാക്കിയുള്ളതെല്ലാം നമ്മുടെ റിയൽ ലൈഫിൽ നിന്ന്. ഇപ്പൊ റീസെന്റ് ഇപ്പൊ വൈറൽ അച്ചയുടെ പൊന്നാര അത് പറയുന്ന സംഭവം ഉണ്ടല്ലോ, ഇല്ലാത്ത സാധനം എനിക്ക് ശരിക്കും പറഞ്ഞത്. ഞാനിങ്ങനെ കൊച്ചിൻ്റെ അടുത്ത് സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അപ്പൊ ഞാൻ ആരക്കീന്ന് ചോദിച്ചു. നീ എന്റെ തലച്ചോറായിരുന്നു പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഇല്ലാത്ത സാധനം ഇത് കണ്ടന്റ് ആക്കാടി എന്ന് പറഞ്ഞത് കണ്ടന്റ് ആക്കിയതാണ്. ഇന്നൊരു കണ്ടന്റ് നമ്മൾ ഒരു ഷൂട്ടിന് ഒരു പ്രോഗ്രാമിന് പോയപ്പോ ഇന്റർവ്യൂ, അതായത് ഒരു ഇന്റർവ്യൂവിന് ഒരു പെൺകുട്ടി ചെല്ലുന്നു, ആളെ ഇന്റർവ്യൂ ചെയ്യുന്ന പോലത്തെ ഒരു കണ്ടന്റ് ഞങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടില്ല, പോസ്റ്റ് ചെയ്യണം. അങ്ങനെ ഓൺ ദ സ്പോട്ടിലാണ്, അല്ലാണ്ട് ഭയങ്കര പ്ലാനിങ് എക്സിക്യൂഷൻ ഒന്നുമില്ല. ചിലത് നമുക്ക് നമ്മുടെ ലൈഫിൽ നിന്ന് തന്നെ കിട്ടും. ചിലപ്പോൾ അതിന്റെ ക്യാരക്ടേഴ്സ് നമ്മളായിരിക്കത്തില്ല, വേറെ ആരെങ്കിലും ആയിരിക്കും. കിട്ടും. ഈ ഫിലിം പ്രൊമോഷൻസ് വന്നു കഴിഞ്ഞാലേ അതിന് വേണ്ടി നമ്മളപ്പോൾ എങ്ങനെയാണ് അത് എക്സിക്യൂട്ട് ചെയ്ത് തലവുകഞ്ഞ് ആലോചിച്ച് എങ്ങനെ? ആദ്യത്തെ ഫിലിം പ്രൊമോഷൻ ഓർമ്മയുണ്ടോ നിങ്ങളുടെ? ആദ്യത്തെ ഫിലിം പ്രൊമോഷൻ ഏതാണ്ട് ഫാലിമി ആയിരുന്നോ? ഫാലിമിക്ക് മുമ്പ് ചെയ്തിട്ടില്ല, ഒരുമിച്ച് ചെയ്യുന്ന ഫാലിമിയുടെ ആ മൂവിയുടെയാണ് ഫസ്റ്റ് ചെയ്യുന്നത്. കുറേ പണിയെടുക്കണം നമ്മൾ ഫിലിം പ്രൊമോഷൻസ് വരുന്ന സമയത്ത്. നിങ്ങൾക്ക് ഏറ്റവും പാടേതാ? ഈ ഫിലിം പ്രൊമോഷൻ്റെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടിസ്റ്റ് സിനിമ ഷൂട്ടിംഗ് സെറ്റിൽ കോർപ്പറേറ്റ് ചെയ്യുന്ന പോലെ നമ്മുടെ അടുത്ത് ചെയ്യില്ല, അത് കുറച്ച് കുറവായിരിക്കും. അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഭയങ്കര തിരക്കല്ലേ, അവർക്ക് പെട്ടെന്ന് പോവുക. പിന്നെ നമ്മളെ സംബന്ധിച്ച് ക്രിയേറ്റേഴ്സാണ്, നമ്മൾ ഡയറക്ടേഴ്സ് ഒന്നുമല്ല. അങ്ങനെ കോൺസെപ്റ്റ് വെച്ച് ഇരിക്കുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷെ നമ്മൾ ഒരു സ്ക്രിപ്റ്റ് പ്ലാൻ ചെയ്യുമ്പോൾ അതനുസരിച്ചായിരിക്കും പ്ലാൻ ചെയ്യുന്നത്. നമ്മൾ ചോദിക്കും എത്ര ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരിക്കും, ആരെയൊക്കെ തരാൻ പറ്റുമായിരിക്കും.
പിന്നെ ഇവരെല്ലാം വരുന്നത് ഈ എല്ലാ സിനിമ പ്രൊമോഷനും അതായത് ഇൻ്റർവ്യൂസൊക്കെ കൊടുക്കുന്നതിൻ്റെ ഇടയിലായിരിക്കും നമുക്കൊരു ടൈം തരുന്നത്. കുറച്ച് ടൈമേ ഇപ്പോൾ ഇവരുടെ കോസ്റ്റ്യൂമൊക്കെ എങ്ങനെയായിരിക്കും, നമ്മൾ കൊടുക്കുന്ന കോണ്ടന്റിന് ഒരു ബന്ധമില്ലാത്തതായിരിക്കും. ഇത് നമ്മളന്ന് ഫാലിമിക്ക് തന്നെ മഞ്ജു ചേച്ചിയില്ലേ, മഞ്ജു ചേച്ചിക്ക് ഒരു വീട്ടമ്മ ഗെറ്റപ്പാണ് നമ്മൾ കോൺസെപ്റ്റ്. പുള്ളിക്കാരി കിഡിലൻ ലുക്കിലാണ് വന്നത്. പുള്ളിക്കാരി നമ്മളൊക്കെ കാണാത്തൊരു കിഡിലൻ ലുക്കിലാണ് വന്നത്. അത് ആ കോൺസെപ്റ്റിന് ചേരുന്നതല്ല, പക്ഷെ നമ്മളത് ചെയ്തു. പറയാനും പറ്റില്ല, നമുക്കതൊന്നും പറയാൻ പറ്റില്ല. അപ്പം നമ്മൾ ഈ ചില സ്ക്രിപ്റ്റുകൾ കൊണ്ട് ചെല്ലുന്ന സമയത്ത് ഇപ്പം ആർട്ടിസ്റ്റുകളാണല്ലോ, പല സ്ഥലത്തു നിന്ന് വരുന്ന പല ഇമേജിലുള്ള ആൾക്കാരായിരിക്കും. അവരൊക്കെ നമ്മളുടെ ഈ സ്ക്രിപ്റ്റ്, നമ്മൾ കൊടുക്കുന്ന സ്ക്രിപ്റ്റ് അങ്ങനെ തന്നെ ഫോളോ ചെയ്യാൻ മടി കാണിക്കാൻ ചിലരുണ്ട് ബ്രോ. ചിലർക്ക് അതൊരു കുറച്ചിലായിട്ട് കാണുന്നവരുണ്ട്. പക്ഷേ നമ്മൾ വർക്ക് ചെയ്തതിലിപ്പോൾ ബേസിലായാലും അജു വർഗീസ് ആയാലും വിനയ് ഫോട്ടോക്ക് ആയാലും അവർ ഭയങ്കര കംഫോർട്ട് ചെയ്യും നമ്മളെ. വിനയ് ചേട്ടനൊക്കെ ഇംപ്രൂവൈസ് ചെയ്യും നമ്മുടെ സ്ക്രിപ്റ്റ് എത്ര നന്നാക്കാമോ അതിനുള്ള പോയിന്റ്സ് പറഞ്ഞു. അജു അങ്ങനെ തന്നെ അവർ ഇരിക്കും, മെനക്കെട്ടിരിക്കും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എങ്ങനെ ഡയലോഗ് പറയാം, ഇങ്ങനെ നമ്മൾ സിനിമ സെറ്റിൽ എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് ആ ഒരു പ്രൊഫഷണൽസ് അവർ അതിലും കാണിക്കും, ചെറിയ നമ്മുടെ റീലിലും കാണിക്കും. അപ്പം നമ്മളും ഭയങ്കര ഹാപ്പിയാവും, നമ്മളും കംഫോർട്ടാവും. ഇതല്ലാതെ നമ്മളൊരു സ്ക്രിപ്റ്റ് ഉണ്ട്, ഇതെന്തിനാ ഈ ഡയലോഗ് പറഞ്ഞതെന്ന് പറയാൻ പറ്റില്ല, നമ്മൾ ഡൗൺ ആവും. നമുക്ക് മോശം അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇവിടെ നിന്നൊന്നുമല്ല, ചില ആൾക്കാരിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ വീഡിയോയും അതൊക്കെ അതെ എന്നുള്ള രീതിയിൽ എല്ലാ വീഡിയോയുടെ ഔട്ട് കാണുമ്പോൾ മനസ്സിലായി എത്രമാത്രം ആർട്ടിസ്റ്റ് കോപ്പറേറ്റ് ചെയ്തെന്നുള്ളത്. അങ്ങനെ ഔട്ട് കിട്ടുള്ളൂ. ഇപ്പം നമുക്കൊരു ഐഡിയ ഉണ്ടാവും, നമ്മളെ ഓഡിയൻസ് എന്തായിരിക്കും കാണുന്നത്, അതനുസരിച്ച് നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്യുന്നത്. ഇത് അവർക്ക് മനസ്സിലാവണമെന്നില്ല. ചിലപ്പോൾ നമ്മൾ പറയുന്ന തമാശയൊക്കെ അവർ ഇതൊക്കെ കോമഡിയാണ് എന്ന് ചോദിച്ചവരുണ്ട്. പക്ഷേ ഇതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ചെയ്തവരുണ്ട്. അതൊക്കെ നല്ല റീച്ചും കയറും. നമുക്കറിയാം, നമുക്കൊരു ഐഡിയ ഉണ്ടാവുമല്ലോ, നമുക്ക് ഈ ഡയലോഗ് പറഞ്ഞ പരിപാടി ഒക്കെ ആയിരിക്കും. ചിലർ മടിയായിരിക്കും നമ്മളോടൊക്കെ ചെയ്യാനൊക്കെ. നമ്മളൊരു സ്ഥലത്ത് മുമ്പ് ഒരു പ്രൊമോഷന് പോയ സമയത്ത് നമ്മൾ ഓൾറെഡി 2-3 ആർട്ടിസ്റ്റുകളെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ഉണ്ടാവുമെന്നാണ് പറയുന്നവർ. പക്ഷെ അവിടെ എത്തിയപ്പോൾ ആർട്ടിസ്റ്റുകളൊക്കെ മാറി. നമ്മളെ സ്ക്രിപ്റ്റ് എന്ത് ചെയ്യുക, നമ്മളപ്പോൾ ആ സ്പോട്ടിൽ ചേഞ്ച് ചെയ്യും. അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. കാരണം ഫിലിം പ്രൊമോഷൻ ചെയ്യാത്ത ആർട്ടിസ്റ്റുകളുമുണ്ട്. പക്ഷേ എന്താ, ഇവർക്കൊക്കെ സത്യം പറയാം മേ ബി കുറച്ചിലായിരിക്കും. പിന്നെ എന്തായാലും അവർക്ക് അയ്യോ അവരെ കൂടെ ചെയ്യാനൊക്കെ മടിയാന്നാണോ എന്നൊന്നും എന്തായാലും പറയാൻ പറ്റില്ലല്ലോ. ഒരു സിനിമ ചെയ്യുന്ന ആൾക്കാരല്ലേ, അത് ആയിരിക്കും പ്രശ്നം അവരുടെ. ഞങ്ങളൊക്കെ ഇപ്പൊ പ്രൊമോഷൻ ഇന്റർവ്യൂസിന് ചെല്ലുന്ന സമയത്ത് ഈ പറഞ്ഞ ഞങ്ങൾക്കും ഇതേ പ്രശ്നം ഉണ്ടാവും. നമ്മളോട് ഞാനും നേരിട്ട് കണ്ടിട്ടുണ്ട് പലപ്പോഴും. അതായത് നമ്മളോട് പറഞ്ഞ ആളെ ആയിരിക്കില്ല നമ്മളെ മുന്നിൽ വന്നിരിക്കും. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, നമുക്ക് അന്നേരത്ത് തോന്നുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ട് ചിലപ്പോൾ പ്രൊഡ്യൂസർ വന്നിരിക്കും, ഡയറക്ടർ വന്നിരിക്കും. നമുക്ക് ആരാന്ന് പോലും അറിയേണ്ട ഇതിന്റെ പ്രൊഡ്യൂസർ. കാരണം നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്ന വേറെ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. നമുക്കൊരു 15-20 മിനിറ്റ് ആയിരിക്കും ഇവർ തരുന്നത്. 20 മിനിറ്റിനുള്ളിൽ നമുക്ക് സിനിമയെ പറ്റിയും ചോദിക്കണം, അല്ലാത്ത കാര്യങ്ങൾ ചോദിച്ചത്. പ്രൊമോഷന്റെ വേറൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ദിവസം ഈ പരിപാടി മുഴുവൻ 15-20 മടിക്കും. ഇപ്പോൾ ഈ ഇതുപോലുള്ള ലൈറ്റൊക്കെ അടിച്ചിട്ടേ ആൾക്കാര് ഭയങ്കര ടയേർഡാവും. അതുകൊണ്ട് ചിലർ ഒഴിവാക്കും. അതെ, അതിപ്പോൾ PR ആണല്ലോ ചൂസ് ചെയ്യുന്നത്. എത്ര ആർട്ടിസ്റ്റുകൾ, എത്ര ഈ ചാനലിൽ ഇത്ര ആർട്ടിസ്റ്റുകൾ കൊടുക്കണം, ആ ചാനലിന് ഇവർ വേണം, അങ്ങനെ മാറ്റി അങ്ങനെ അവർ കൊടുക്കുമ്പോഴും അവർക്കും ബുദ്ധിമുട്ടുണ്ട്. അതിൻ്റെ ഇടയിലാണ് നമുക്ക് ഇത് തരുന്നത്. അതെ, പക്ഷെ എല്ലാവരുടെ ഒരേപോലെ പെരുമാറാൻ പറ്റിയാൽ നല്ലത്. ഇപ്പം നമുക്കൊരു 20 മിനിറ്റ് ആണെന്ന് വിചാരിക്കുക ഇൻ്റർവ്യൂവിന് വേണ്ടി തരുന്നത്. അപ്പം നിങ്ങൾ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ ഒരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആർട്ടിസ്റ്റുകൾ എത്ര നേരത്തേക്കാണ് അവർ വിട്ടു തരിക? അങ്ങനെ ടൈം ഡ്യൂറേഷൻ ഉണ്ടോ നിങ്ങൾക്ക്? നമുക്ക് ഇടയ്ക്ക് നമ്മളെ പിടിച്ചിരുത്തും 2 മണിക്കൂർ 3 മണിക്കൂർ പോസ്റ്റ് ആവും നമ്മൾ. കാരണം നമുക്ക് കുറച്ച് ടൈം വേണ്ടി വരും. എങ്ങനെ പോയാലും ഒരു 30 മിനിറ്റ് എങ്കിലും മിനിമം നമുക്ക് വേണം. കൊറേ സ്ഥലത്ത് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് പോസ്റ്റ് അടിച്ചത് അവരൊരിക്കലും നമുക്ക് വേണ്ടി അങ്ങ് താഴ്ന്നു തരിക എന്നുള്ളതൊന്നും അവർക്കില്ല. ചിലരുണ്ട് കേട്ടോ, ഞാൻ പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളുടെ കണ്ടന്റ് കൊണ്ട് കൊടുക്കുമ്പോൾ അവർക്ക് ഇത് ബ്രീഫ് ചെയ്ത് കൊടുക്കാൻ സമയമെടുക്കും. ബ്രീഫ് ചെയ്ത് കൊടുത്ത് ഇവർക്കിത് മനസ്സിലാക്കി എന്താണ് നമ്മുടെ ഐഡിയ എന്ന് പോലും മനസ്സിലാക്കാതെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ കുറച്ച് ടൈം വേണം. അപ്പോൾ ഹറി ബറി പരിപാടിയായിരിക്കും ചില വീഡിയോസ്. അത് നമ്മൾ അനശ്വരയുടെയും അർജുൻ്റെയും കൂടെ ഒരു വർക്ക് പോവാൻ വേണ്ടിയിട്ട്, അതായത് ഇന്റർവ്യൂസ് കഴിഞ്ഞ് അവർക്ക് എവിടെ ഫ്ലൈറ്റിൽ പോവാൻ ടൈമായെന്ന് പറഞ്ഞിട്ട് ഹറിബറി പരിപാടിയായിരുന്നു. അതിൽ ആ ഒരു ഇതിൽ അർജുൻ അശോകൻ ഓപ്പോസിറ്റ് ഇല്ല, സീരിയസ്ലി ഇല്ല. ഇപ്പോൾ അർജുൻ്റെ എടുത്ത സമയത്ത് ഓപ്പോസിറ്റ് നമ്മളും ഇല്ല. ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മളെടുക്കുമ്പോൾ നമുക്ക് കുറച്ച് ആംഗിളൊക്കെ എടുത്ത് രസമായിട്ടൊക്കെ ചെയ്യണമെന്ന് നമുക്ക് പ്ലാൻ ഉണ്ടാവില്ല. അത് എക്സിക്യൂഷൻ്റെ പ്രശ്നമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിപ്പോൾ ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് ഇതൊന്നും പറഞ്ഞിട്ട് പോലും ഉണ്ടാകത്തില്ല. അവരെ കുറ്റം പറയല്ല ഞാൻ, ആർട്ടിസ്റ്റുകൾ അറിയുന്നില്ല അത്.
അപ്പം അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് സോ ഇതിന്റെ പാർട്ട് ഓഫ് ദ ഗെയിമാണ്. നന്നായിട്ട് ചില പ്രൊമോഷൻ എൻ്റെ അടുത്ത് ഒരു ഫിലിമിൻ്റെ പ്രൊമോഷന് എൻ്റെ അടുത്ത് പറഞ്ഞു രാവിലെ 10:30-11 മണിയാകുമ്പോൾ എത്തുക, പെട്ടെന്ന് പരിപാടിയൊക്കെ തീർത്ത് പോവാം എന്ന് പറഞ്ഞു. ഞാൻ അന്ന് 5 മണിക്കാണ് ആ പരിപാടി ചെയ്ത് ഞാൻ പോയത്. ഐ ബീച്ചിൽ 5 മണി വരെ ഞാൻ വെയിറ്റ് ചെയ്ത്, എന്നിട്ടാണ് അത് ഷൂട്ട് ചെയ്ത്. ആർട്ടിസ്റ്റിൻ്റെതായ വഴിക്ക് അത് നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഞാനാണെങ്കിൽ ഒറ്റയ്ക്കാണ്, ഞാനൊരു ക്യാമറമാനുണ്ട്. അപ്പോൾ ഈ ക്യാമറമാന് അന്ന് ഭാഗ്യത്തിന് വേറെ വർക്ക് പുള്ളിക്കില്ല, വേറെ വർക്കൊക്കെ പുള്ളിക്കുണ്ടായിരുന്നെങ്കിൽ അതും ട്രാപ്പായി പോയാനെ. എന്നിട്ട് അത്രയും സമയം ഇരുന്ന് വെയിറ്റ് നമ്മൾ എഫേർട്ട് എടുക്കുന്നുണ്ട് ബ്രോ. നമ്മൾ ഇപ്പം പുള്ളിക്കാരിയല്ല, ഏത് ക്രിയേറ്റേഴ്സ് ആയാലും ഒരുപാട് പേര് വീഡിയോ ക്രിയേറ്റേഴ്സിനെ സംബന്ധിച്ച് ഒരു ആർട്ടിസ്റ്റിന്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്യാൻ പറ്റാന്ന് പറയുന്നത് അവരൊരു ഭയങ്കര സംഭവമായിട്ട് തന്നെയാണ് കാണുന്നത്. അല്ല ഇപ്പൊ ഒരു നെക്സ്റ്റ് ലെവലിലോട്ട് അപ്ഗ്രേഡ് ചെയ്യുന്ന പോലെയാണ് ഒരു ആർട്ടിസ്റ്റിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ എനിക്ക് കിട്ടുന്ന ചാൻസുകളൊന്നും ഞാൻ കളയാറില്ല. ഇതുപോലെ തന്നെയാണ് ഇപ്പോൾ അവരൊക്കെ നമ്മളെല്ലാവർക്കും വേണം. നമ്മളെ വേണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു പവർ ഉണ്ടല്ലോ, ആ ഒരു പബ്ലിക് ഇമേജ്, അതെല്ലാവർക്കും വേണം. അത് ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സായിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സ് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സിനിമകളിലൊക്കെ ചെറിയൊരു വേഷത്തിന് വിളിക്കും, ചെറിയൊരു വേഷം എന്ന് വെച്ചാൽ ക്യാരക്ടർ റോളല്ല, അവർ സൈഡിൽ കാണിക്കുന്നു. എന്തിനാ അത്? ആ പടം പ്രൊമോട്ട് ചെയ്യാൻ, ഫ്രീ ആയിട്ട് പ്രൊമോട്ട് ചെയ്യാൻ നമ്മൾ ആവശ്യമുണ്ട്. പക്ഷേ ഇങ്ങനെ ചില നമ്മൾ ചെയ്യും, നമ്മളെ പടം കിട്ടിയാൽ ചെയ്യുകയും ചെയ്യും. കാരണം നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഫിലിമിൽ ഫേസ് നമ്മളൊരു സിനിമ ചെയ്യുന്നു, സിനിമ ചെയ്തു കഴിഞ്ഞാൽ ഒരു 5 പേരെ നമ്മൾ കൊണ്ടുപോയി കാണും. നമ്മളിത് ഇൻസ്റ്റാഗ്രാമിൽ പ്രൊമോട്ട് ചെയ്യും. ചിലപ്പോൾ നമ്മളെയൊക്കെ ഭയങ്കരമായിട്ട് സ്നേഹിക്കും. ഇപ്പോൾ ഗ്രീഷ്മയൊക്കെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട്. അവരെന്തായാലും ആ സിനിമ പോയി 10 പേരെങ്കിലും ഉണ്ടെങ്കിൽ അവർ പോയി കാണും. നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ഉറപ്പായിട്ട് പോയി കാണും. ഇപ്പോൾ ചിലപ്പോൾ നമ്മളെ കുറ്റം പറയുന്ന നാട്ടുകാരും വീട്ടുകാർ അവർ എവളെ അഭിനയിച്ചോ ഇങ്ങനെ പോയി കാണാനോ, അതുകൊണ്ട് അവരും പോവും. ഇവർക്ക് ഇതൊക്കെ ബെനിഫിറ്റാണ്. പക്ഷേ ചെറിയ റോളായിരിക്കും അത്. അങ്ങനെ കുറേ ക്യാരക്ടേഴ്സിനെയൊക്കെ ഇപ്പോൾ പുതിയ സിനിമകളിലൊക്കെ മാറ്റി വയ്ക്കുന്നുണ്ട്. പക്ഷേ അത് അങ്ങനെ ചെയ്യരുത്. കാരണം എന്താ വെച്ചാൽ ഇവരൊക്കെ കഷ്ടപ്പെട്ട് കയറി വന്ന ആൾക്കാരാണ്. അവർക്കൊക്കെ അതിന് അർഹിക്കുന്നൊരു വില കൊടുക്കണം. ഇപ്പോൾ ഒരു സ്റ്റാറായത് ഒരു ഫസ്റ്റ് പടം ഉണ്ടായിരുന്നു, ഇവർക്കും അതാണ് അവസ്ഥ. ഒരു അർഹിക്കുന്ന ഒരു ക്യാരക്ടർ. അപ്പോൾ അതിന് നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയിൽ റൂളൊന്നുമില്ല. എല്ലാം ആർട്ടിസ്റ്റുകൾ നമുക്ക് പുതുമുഖങ്ങളെടുക്കാം, അല്ലാതെ അതിന് യൂണിയൻ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇവർ ചിന്തിക്കുക, ഭയങ്കര ടാലന്റുള്ള പിള്ളേരുണ്ട്, ഒരുപാട് പേരുണ്ട്, ഒരുപാട് ക്രിയേറ്റീവ്. ഇപ്പൊ തന്നെ പുതിയതായിട്ട് എത്രയോ ക്രിയേറ്റേഴ്സ് ആണ് വരുന്നത്. ഓരോ ദിവസം ഓരോ ക്രിയേറ്റേഴ്സ് ഉണ്ടാവും. ഇപ്പോൾ നമ്മളൊക്കെ ഫോളോ ചെയ്യുന്ന, ഞാൻ പറഞ്ഞില്ല, ഞാൻ ഗ്രീഷ്മനെ പണ്ട് തൊട്ടേ ഫോളോ ചെയ്യുന്ന ആളാണ്. അതായത് ടിക്ടോക്ക് ഉള്ളപ്പോഴേ എനിക്ക് ഗ്രീഷ്മനെ അറിയാം. ഗ്രീഷ്മയ്ക്ക് അറിയത്ത് പോലും ഉണ്ടാവില്ല ഞാൻ ഫോളോ ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ ഇതുപോലെ തന്നെ തുടക്കത്തിൽ നിങ്ങൾ ഫോളോ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ടാവുമല്ലോ, നിങ്ങളുടെ ഒരു ഫേവറേറ്റ്. നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയുന്നതോ ആളുടെ കണ്ടന്റ് കണ്ടെന്ത് രസം. അങ്ങനെ എടുത്ത് പറയുന്ന ആരുടെയെങ്കിലും കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ പേര് പറഞ്ഞാൽ നിങ്ങൾ ഫോളോ ചെയ്യുന്ന ആരുടെയൊക്കെ പറയുമായിരിക്കും? സഞ്ജു ലക്ഷ്മി അല്ലേ? എനിക്ക് സഞ്ജു ലക്ഷ്മി ഇഷ്ടമാണ്. പിന്നെ ഇപ്പോൾ റീസെന്റ് ആയിട്ട് ഞാൻ കാണുന്ന ഒരു ടീമാണ് യൂറേക്ക സ്റ്റോറീസ്. അവരുടെ അവരുടെ ഒരു വേറൊരു അവരുടെ കാണാറുണ്ട്. അതൊക്കെയാണ് ഇപ്പോഴത്തെ ഫേവറേറ്റ്. യൂറേക്ക സ്റ്റോറീസ് അറിയില്ലേ? ഞാൻ കാണുന്നത് കുറച്ച് പേരുണ്ട്, അത് ഞാൻ കാണും. എനിക്ക് പിന്നെ വരുന്ന മൊത്തം ഈ സിനിമയെ കഷ്ടപ്പെടുന്നവരുടെ വീഡിയോ എനിക്ക് വരുന്നത് അതൊക്കെ. നമുക്ക് നമ്മുടെ ഇത് അങ്ങനെ എനിക്ക് ചിലപ്പോൾ ക്യാമറയുടെ കാര്യങ്ങളൊക്കെ ആയിരിക്കും വരുന്നത്. എനിക്ക് മെയിൻലി ഞാനതാ ഫോളോ ചെയ്യുന്നതും അതായിരിക്കും എനിക്ക് കൂടുതൽ വരുന്നതും. അങ്ങനെ നല്ല ഒരുപാട് ക്രിയേറ്റേഴ്സ് ഉണ്ട് ബ്രോ. പിന്നെ ഇത് വിട്ടുപോയ കുറേ ആൾക്കാരുണ്ട്. കാരണം കോവിഡ് സമയത്തൊക്കെ കത്തി നിന്നിട്ട് പിന്നെ ഇത് കണ്ടിന്യൂ ചെയ്യാത്ത കുറേ ടിക്ടോക്കിന്റെ സമയത്തൊക്കെ നല്ല രസമായിട്ട് വീഡിയോ ചെയ്തതാണ്. പിന്നെ ടിക്ടോക്കിൽ ഞാൻ ചെയ്തിരുന്ന സമയത്ത് എന്നെക്കാളും നല്ല റീച്ചിൽ അടിപൊളിയായിട്ട് വീഡിയോ ചെയ്തിരുന്ന പലരും നിർത്തി. ഞാൻ എടുക്കാലേക്ക് ഞാൻ എന്തുകൊണ്ടാണ് നിർത്താൻ, ഞാൻ പക്ഷെ നിർത്താട്ട് ചെയ്തോണ്ടിരുന്നോണ്ട് ഇപ്പൊ ഞാൻ ഈ ഒരു ഇതില് നിൽക്കുന്നു. എനിക്ക് എന്താ ഭയങ്കര ഇഷ്ടമായിരുന്നു വീഡിയോസ് ചെയ്യാനായിട്ട്. എനിക്ക് ഒരു നല്ലൊരു റിലീഫ് ഓപ്ഷൻ ആയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത്. അല്ലാണ്ട് എന്റെ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം തന്നെയാണ്. നമ്മളെ പറ്റി നല്ലത് ആൾക്കാർ പറയുമ്പോൾ സന്തോഷമാണ്, അതിന് മുന്നോട്ട് പോകും. അപ്പോൾ നമ്മൾ കുറേ വർക്ക് ചെയ്യുന്നില്ല, അടുത്തെന്ത് കണ്ടന്റ് ഉണ്ടാക്കാം,
അങ്ങനെ ചെയ്യുന്നവരാ ബ്രോ എല്ലാവരും. ഇതൊരു ഇൻകം സോഴ്സിങ് പരിപാടി മാത്രമല്ല, അതെ, ഈ ഒരു ഇതും കൂടെ ഉണ്ട് ഇതിന്. ഈ നമ്മൾ ഇങ്ങനെ ലൈം ലൈറ്റിൽ നിൽക്കുന്ന സമയത്ത്, നമ്മൾ സോഷ്യൽ മീഡിയയിൽ കോണ്ടൻറ്റ്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് റിസ്ക് എലമെൻറ്റ്സ് ഉണ്ട്. അതായത് നമ്മൾ ആർക്കും വേണമെങ്കിൽ ട്രോളാം, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരാളുടെ ഈഗോ ഹേർട്ട് ചെയ്യാം. ചിലപ്പോൾ നമ്മൾ അത് റിയാക്ട് ചെയ്യാൻ വേറെ കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ടാവും ഇന്നത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ. ഇപ്പോൾ ഗ്രീഷ്മയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരു സമയത്ത് ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒരു അപ്കമിങ് സെലിബ്രിറ്റി വ്ളോഗറിൻ്റെ കേസസിൽ അത് നമ്മൾ ചിലപ്പോൾ അവരുടെ ഈഗോനെ ഹേർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടേ ഉണ്ടാവില്ല, പക്ഷേ അത് കോൺട്രവേഴ്ഷ്യൽ ആവുന്നു. അപ്പോൾ ഇത്തരം കോൺട്രവേഴ്സീസ് ആവുന്ന സമയത്ത് നമ്മളൊരു നാട്ടും പുറത്ത് നിന്ന് ശീലിച്ച ആളാണ്, നമ്മൾ നാട്ടും പുറത്ത് ജനിച്ച് ജീവിച്ച് വളർന്ന ആളാണ്. ഇതൊക്കെ ചിലപ്പോൾ ഇത് പെട്ടെന്നൊരു സമയത്ത് ഇത് ഭയങ്കര ചർച്ചാ വിഷയമാവുന്ന സമയത്ത് പേടി ഉണ്ടാവുമല്ലോ. പേടിച്ചിട്ടുണ്ട്. അച്ഛനമ്മ എന്താടി കേൾക്കുന്നേ, മോളെ പറ്റി ന്യൂസൊക്കെ ബന്ധുക്കാരൊക്കെ അയച്ചു കൊടുക്കുന്നു. അതും ആ ഒരു ഇഷ്യൂ ഉണ്ടായ സമയത്ത് ഒരുപാട് യൂട്യൂബേഴ്സ് അന്യം ഉണ്ടാക്കിയിട്ടുണ്ട് അതിന്ന്. എനിക്ക് തോന്നിയിട്ടുണ്ട് അത് അത്രയും വലിയൊരു പ്രശ്നം യൂട്യൂബേഴ്സ്. പക്ഷെ അത് അതൊരു നെഗറ്റീവ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ആ കമന്റ് ഇട്ട വ്യക്തിക്കും ഒരുപാട് വന്നിട്ടുണ്ട്. അതിപ്പോഴും വിഷമം ഉണ്ടാക്കുന്നുണ്ട്. കാരണം അമ്മയുടെ പ്രായമുള്ളവരാണ്, അപ്പം അത് ഇപ്പോഴും നമുക്ക് വിഷമമുണ്ട്. അവർ പറയുന്ന ആക്ഷൻ ഓക്കെ, അത് അവർക്ക് പറ്റിപ്പോയി, മനുഷ്യനല്ലേ തെറ്റ് പറ്റും. അത് നമ്മൾ ചൂണ്ടിക്കാണിച്ചു പുള്ളിക്കാരി. ഞാൻ പറഞ്ഞതാണ് കേട്ടോ, ഞാൻ പറഞ്ഞു നീ റിയാക്ട് ചെയ്തോളാം പറഞ്ഞു. അവരെന്താ ചോദിച്ചു, അന്ന് കല്യാണം കഴിഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു ഇവർക്ക് ഭയങ്കര സങ്കടമായത്. അപ്പോൾ അത് ഒന്നാമത്തെ വട്ടം അല്ല രണ്ടാമത്തെ വട്ടം ആയപ്പോഴാണ് ഞാൻ പറഞ്ഞു നീ റിയാക്ട് ചെയ്യും, നീ സ്ട്രോങ് ആയിട്ട് റിയാക്ട് ചെയ്യും, എന്ത് വന്നാലും ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. ഒരുപാട് ഇതുണ്ട് ബ്രോ. ഈ തുടക്ക സമയത്തൊക്കെ ഇത്രയും കോൺട്രവേഴ്സീസ് വരുന്ന സമയത്ത് നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്തിരുന്നത്? ഐഡിയലി ഹാൻഡിൽ ചെയ്യാൻ പറ്റുമായിരുന്നു ആ സമയത്തൊക്കെ? എനിക്ക് ആകെ രണ്ട് പ്രശ്നം വന്നിട്ടുള്ളൂ. കോൺട്രവേഴ്സിക്ക് താല്പര്യമില്ല, എനിക്ക് തീരെ താല്പര്യം. എനിക്കൊരു സേഫ് സോൺ പിടിച്ച് പോവാൻ ഇഷ്ടം. നമ്മൾ കണ്ടന്റ് ചെയ്യുമ്പോഴും ഞാനിപ്പോൾ എന്തെങ്കിലും കണ്ടന്റ് പറയുമ്പോൾ അത് പ്രശ്നമാവുമെന്ന് ഞാൻ പറയും. പിന്നെ ഇപ്പൊ തന്നെ അന്ന് ആ പ്രശ്നം ഉണ്ടായപ്പോ തന്നെ ആ ടൈമിൽ കുറെ ഇന്റർവ്യൂസിന് എന്നെ വിളിച്ചിട്ടുണ്ട് ഇത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി. ഞാൻ പറഞ്ഞു എന്നെ വഴിക്ക് കിട്ടൂല. ബ്രോ ഒന്ന് ആലോചിച്ചു, നമ്മൾ അന്ന് ഇപ്പൊ പുള്ളിക്കാർ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തെങ്കിൽ ഗ്രീഷ്മ കരയുന്നത്, ഗ്രീഷ്മ വിഷമാവുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഹൈലൈറ്റിലിട്ട് തകർക്കും. ആ പുള്ളിക്കാരിക്കും അത് പ്രശ്നമാണ്. അവർക്ക് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. നമുക്ക് അവരെ പൂട്ടിക്കൊന്നും അല്ല, പക്ഷെ അവരൊരു സ്ത്രീയാണ്, അവർക്കൊരു അബദ്ധം പറ്റിപ്പോയി. അതിനെന്തോ ആ സ്ത്രീ കേട്ടു. അതിനുശേഷം അവരെന്തെങ്കിലും പേഴ്സണലി മെസ്സേജ് അയക്കുകയോ ഒന്നും ഉണ്ടായിട്ടില്ല? ഈ ചെറുപ്പത്തിലേ, അതായത് ഈ പെൺകുട്ടികളെ ഏറ്റവും കൂടുതൽ തല്ലുകൂടിയിട്ടുണ്ടാവുക അവരുടെ അമ്മയുടെ അടുത്തായിരിക്കണമല്ലോ. അവർ കാരണം നമ്മൾ വളർന്നു വരുന്ന സമയം അമ്മ പഠിച്ചൊരു സൊസൈറ്റിയിലല്ല നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അവർക്ക് വേറെ ഒരു പെർസ്പെക്റ്റീവ് ആയിരിക്കും. പെൺകുട്ടികൾ മുഖ്യമായും ഏറ്റവും കൂടുതൽ റിബലാവുക അവരുടെ അമ്മമാരോടായിരിക്കണം പല കാര്യങ്ങൾക്കും ആവശ്യങ്ങൾക്കും. ഗ്രീഷ്മ അവിടെ ചെറുപ്പകാലത്തിലേ നമ്മളുടെ ഒരു അഡോളിസിങ് ഏജിലൊക്കെ ഏറ്റവും കൂടുതൽ നമ്മളുടെ അമ്മയോട് തല്ലുകൂടിയിട്ടുണ്ടാവുക ഏത് കാര്യത്തിനായിരിക്കണം? അത് കൂടുതലും ഈ പുറത്തു പോകാൻ വിടാത്തതിനൊക്കെ ആയിരിക്കും. അതായത് ഒറ്റമോളായതിൻ്റെ ഒരു എന്നാലും അങ്ങനെ ഭയങ്കരമായിട്ട് തന്നെ അടച്ചുപൂട്ടിയൊന്നല്ല വളർത്തേക്കുന്നത്. ബട്ട് സ്റ്റിൽ പുറത്തൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലൊക്കെ ഫ്രണ്ട്സ് ആരെങ്കിലൊക്കെ കൂടെ ഒരാളെങ്കിലും വേണം, വിശ്വാസമുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലേ വിടുള്ളൂ. അത് ഒത്തിരി ദൂരത്തേക്കൊന്നും പോകാനൊന്നും പറ്റുമൊന്നുമില്ല. അടുത്തെവിടെയെങ്കിലൊക്കെ പോവാ വിത്ത് ഫുൾ ചെക്ക് ലിസ്റ്റ്, മറ്റേ ഫുള്ള് പറയാ എവിടെയൊക്കെ എങ്ങനെയൊക്കെ ഏതൊക്കെ സമയത്ത്. ഫ്രീഡം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പുള്ളിക്കാരി വെച്ച് നോക്കുന്നെങ്കിൽ എനിക്ക് ഫ്രീഡം ഇല്ലായിരുന്നു. കുറെ ടൂറൊക്കെ പോയിട്ടില്ലേ? സ്കൂളിൽ നിന്നൊക്കെ കോളേജിൽ നിന്നൊക്കെ പോയിട്ടില്ലായിരുന്നു. സ്കൂളിൽ ഉള്ള സമയത്ത് ടൂർ വിടത്തില്ല എന്നെ. ഞാൻ കോളേജിലും കണ്ട ടൂർ പോയത്. അങ്ങനെയൊക്കെ വിടുമായിരുന്നു. അതൊക്കെ പിന്നെ നമ്മുടെ ടീച്ചേഴ്സും എല്ലാവരൊക്കെ ഉണ്ടാവില്ലേ, അത് കുഴപ്പമില്ല. അല്ലാണ്ട് ഇങ്ങനെ ഈ ഒറ്റയ്ക്ക് പോക്ക് ഞാൻ ആദ്യമായിട്ട് ഇപ്പം എൻ്റെ വീട് പറവൂരാണല്ലോ, പറവൂരിൽ നിന്ന് എറണാകുളം വരെ സ്കൂട്ടി ഓടിച്ച് വരുന്നതിന് ഞാൻ കേട്ട ഭയങ്കര പ്രശ്നമായിരുന്നു അത്. അമ്മയ്ക്ക് താല്പര്യം ഇല്ലായിരുന്നു. പക്ഷേ എന്താണ് ഞാനിങ്ങനെ പറയുമ്പോൾ എപ്പോഴെങ്കിലൊക്കെ വേണ്ട, എപ്പോഴും ഈ ബസ് പിടിച്ച് എനിക്കും അടുത്ത് തുടങ്ങി. അത് ഞാൻ വലുതായ പിന്നെ ഉണ്ടോ. എന്നിട്ട് ഞാനിങ്ങനെ പോയി വന്ന് അന്ന് എൻ്റെ കൂടെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെയാണ് ഞങ്ങൾ സ്കൂട്ടി ഓടിച്ച് പോയത്. അച്ഛൻ അറിഞ്ഞു, അത് ഭയങ്കര സീനായി പോയി. അച്ഛനോട് പറയാണ്ട് ഞാൻ സ്കൂട്ടി ഓടിച്ച് എറണാകുളം വരെ പോയേക്കണ് എന്ന് പറഞ്ഞിട്ട് അത് ഭയങ്കര. എത്ര വർഷം മുമ്പ്?
മേ ബി ഒരു എന്തായാലും 2017 കഴിഞ്ഞിട്ടാണ്, കോളേജൊക്കെ കഴിഞ്ഞിട്ടാണ്. പിന്നീട് അങ്ങോട്ട് ഞാൻ പയ്യെ ഓടിച്ച് പിന്നെയും ഞാൻ പോയി. അങ്ങനെ അങ്ങനെ അപ്പൊ കണ്ടു അവർക്ക് ശീലമായി. ഞാൻ എന്തായാലും പോയി കഴിഞ്ഞാൽ തിരിച്ചു വരും എന്നുള്ളത് അവർക്ക് മനസ്സിലായി. അതാ ഞാൻ പറഞ്ഞു, ഇവർക്കൊക്കെ ഒരു കോൺസെപ്റ്റാണ്, നമ്മൾ പൊളിച്ച് നമ്മളത് പ്രൂവ് ചെയ്ത് കൊടുക്കുക. പ്രൂവ് ചെയ്ത് കൊടുത്താൽ പിന്നെ കുഴപ്പമില്ല. ഇപ്പോൾ 2025 നമ്മൾ ജീവിക്കുന്നത്. സോഷ്യൽ മീഡിയ മാത്രമാണ് ഇപ്പോൾ നിങ്ങൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2025 താങ്കളെപ്പോലെ അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ ഒരു കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന്, ഇൻഫ്ലുവൻസേഴ്സിന് നമ്മൾ ആഗ്രഹിച്ച പോലെ ഒരു ലൈവ്ലിഹുഡ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാഗ്രാം എന്നുള്ളൊരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ യൂട്യൂബ് എന്നുള്ളൊരു പ്ലാറ്റ്ഫോം എത്രമാത്രം അടിപൊളിയാണ്. നമുക്ക് നല്ല കോണ്ടൻറ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിൽ നിന്ന് വരുമാനം കണ്ടെത്തി നമുക്ക് ജീവിക്കാനുള്ള സാധ്യത ഇപ്പോൾ 2025 കേരളത്തിലുണ്ടോ? ഉണ്ട്. പക്ഷേ ഇതിനൊരു പ്രശ്നം എന്ന് വെച്ചാൽ, എനിക്ക് ഇപ്പം ഞാൻ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് വീഡിയോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ മൈൻഡ് ഓക്കെ ആയിരിക്കണം, എനിക്കൊരു കംഫർട്ടബിൾ എൻവയോൺമെൻറ്റ് വേണം. എന്നാൽ മാത്രമേ എനിക്ക് നല്ല നല്ല പരിപാടികൾ ചിന്തിക്കാൻ പറ്റുള്ളൂ. ക്ലൈന്റ് നല്ല, അല്ലാണ്ട് നോർമൽ കണ്ടന്റുകൾ ചെയ്യാനാണെങ്കിലും നല്ലൊരു മൈൻഡൊക്കെ വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കിതിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. പിന്നെന്താ വെച്ചാൽ നമ്മുടെ ഫാമിലി പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ടൈമിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല, മൈൻഡ് ഓക്കെ ആയിരിക്കില്ല, ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് ആക്റ്റീവായിട്ട് നിർത്തിയാൽ, നമ്മുടെ പ്ലാറ്റ്ഫോം ആക്റ്റീവായിട്ട് നിർത്തിയാൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് വരുമാനം കിട്ടുള്ളൂ. ഇപ്പോൾ പ്രൊമോഷൻസിന് വേണ്ടിയിട്ടാണെങ്കിൽ അവർ ഇപ്പോൾ ക്ലയൻറ്റ് നമ്മളെ കാണണ്ടേ, നമ്മുടെ വീഡിയോസ് കാണണ്ടേ. അപ്പം നമ്മളെപ്പോഴും ഇതിൽ ആക്റ്റീവ് ആവണം എന്നുള്ളൊരു പ്രശ്നം ഇതിലുണ്ട്. ബ്രേക്ക് എടുക്കാൻ പറ്റില്ല. പലപ്പോഴും നമുക്ക് ചിലപ്പോൾ എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായിരിക്കണമെന്നില്ല. ചിലപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് കാരണം നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊരു സിറ്റുവേഷൻ വരാം. അപ്പോൾ നമുക്ക് തോന്നും ഒരു ബാക്കപ്പ് എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നുന്ന അവസ്ഥയുണ്ടാകും. ഞാനിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നിൽക്കുന്നത് ഈ ഒരു സോഷ്യൽ മീഡിയ ത്രൂ ഉള്ള വരുമാനമാണ് എനിക്കുള്ളത്. പക്ഷേ ഇപ്പോൾ എൻ്റെ മൈൻഡിൽ എനിക്കൊരു വേറൊരു ബാക്കപ്പ് ഓപ്ഷൻ വേണം എന്ന് ഞാനിപ്പോൾ ചിന്തിക്കുന്നുണ്ട്. കാരണം എപ്പോഴും ഇത് മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കാൻ പറ്റണം എന്നില്ല. ആക്റ്റീവായിട്ട് ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റണം എന്നില്ല. അങ്ങനെ ചെയ്യാൻ പറ്റിയാൽ നല്ലത്. പക്ഷേ നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്തായിരിക്കും നമ്മുടെ ഫ്യൂച്ചർ അവസ്ഥ എന്നൊക്കെ. എപ്പോഴും ഇതേ ഒരു എൻവയോൺമെന്റ് ഒന്നും ആയിരിക്കില്ല. ഇപ്പോൾ ഈ ഗ്രീഷ്മ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ കലാകാരന്മാർക്കോ അല്ലെങ്കിൽ എഴുത്തുകാർക്കൊക്കെ എല്ലാം ഇപ്പോഴും ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റണം എന്നില്ല. എപ്പോഴും ചിലപ്പോൾ മൂഡ് സ്വിങ്സ് ഒക്കെ വരാം. നമുക്ക് എല്ലാ ദിവസവും നമുക്ക് ഭയങ്കര ക്രിയേറ്റീവായിട്ട് ഔട്ട്പുട്ട് കൊടുക്കണം പറ്റണം എന്നില്ല. അപ്പോൾ എന്താ ഇപ്പം നിങ്ങൾ അങ്ങനത്തെ സാഹചര്യങ്ങളിലൊക്കെ ചെയ്യുക? അർജൻറ്റായിട്ട് എന്തായാലും ഒരു വീഡിയോ എൻ്റെ ഇതിൽ ഞാനിപ്പോൾ എഴുത്ത് ചെയ്യുന്ന സമയത്താണെങ്കിലും ഞാൻ ഒറ്റയ്ക്കിരുന്ന് ശീലിച്ചത്. എനിക്ക് ഒറ്റയ്ക്കിരിക്കുന്നതാണ് എനിക്ക് കംഫോർട്ട് എന്നെ സംബന്ധിച്ച്. അപ്പം അതുകൊണ്ടാണ് ഇപ്പോഴും ഞാൻ ഇപ്പോൾ എന്താ അവളെയൊക്കെ വീട്ടിലാക്കിയിട്ട് എഴുത്തല്ല, നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് തിങ്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ പുള്ളിക്കാരി ഉണ്ടെങ്കിൽ ഞാൻ കോൺഷ്യസ് ആവും, പുള്ളിക്കാരുടെ കാര്യങ്ങൾ നോക്കണം. ഒറ്റയ്ക്കാണെങ്കിൽ ഞാൻ ഫ്രീ ആണ്, എനിക്ക് തിങ്ക് ചെയ്യാം. അപ്പോൾ പുള്ളിക്കാരിയുടെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരി ഡിസ്കസ് ചെയ്യും എൻ്റെ അടുത്ത്. പുള്ളിക്കാരിക്ക് എന്തായാലും എൻ്റെ അടുത്ത് അക്കി എന്തെങ്കിലും ഒരു കോൺസെപ്റ്റ് പറ, പ്രൊമോഷൻ്റെ കാര്യത്തിലാണ് കേട്ടോ പറയുന്നത്. ബാക്കിയുള്ളതൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. ആ ടൈമിൽ ചിലപ്പോൾ ഞാൻ നല്ല സാധനം കൊടുക്കുമായിരിക്കും, ചിലപ്പോൾ മോശം സാധനമായിരിക്കും. അത് നമ്മൾ ക്ലിയർ ചെയ്യും. ചിലപ്പോൾ അതിൽ ഒരു നല്ലൊരു പോർഷൻ ഉണ്ടാവും, ആ ഒരു പോർഷൻ മാത്രം എടുക്കും. ഇങ്ങനെയൊക്കെയാണ്. ഈ പറഞ്ഞ മൂഡ് സിങ്സ് താങ്കൾക്കും വരാറുണ്ടോ? അതായത് ചില ഭയങ്കരമായിട്ടുണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂഡ് സിങ്സ് മെയിനായിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് ഇപ്പോൾ ഒരു പ്രൊഡ്യൂസർ കഥ കേൾക്കാന്ന് പറയുന്നു, അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് കഥ കേൾക്കാന്ന് പറയുന്നു, ഇട്ട് വലയ്ക്കുമല്ലോ നമ്മളെ. അപ്പോൾ ദേഷ്യം ഉണ്ടാവും, ഈ ഫ്രസ്ട്രേഷനൊക്കെ മൈൻഡിലുണ്ടാവും. ആ സമയത്ത് നമുക്ക് എഴുതുമ്പോൾ ഇത് വർക്കാവില്ല. ഇപ്പോൾ ഒരു സീൻ ഫ്രെയിം ചെയ്യുന്ന സമയത്ത് അത് വർക്കാവാതെ വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ദേഷ്യം വരും. പക്ഷേ ഇവിടെ അടുത്തൊന്നും കാണിക്കത്തില്ല കേട്ടോ, അതൊന്നും വിചാരിക്കട്ടെ, ഇവിടെ അടുത്തൊന്നും കാണിക്കില്ല. അത് സ്വയം അങ്ങ് തീർക്കുക, അത്രയേ ഉള്ളൂ. അങ്ങനെ തീർക്കാൻ പഠിക്കണം, അല്ലെങ്കിൽ പാടാം. എവിടെ കയ്യിൽ നിന്നുള്ള ഇടിയും കൂടെ ഞങ്ങൾ മേടിക്കേണ്ടി വരും. ഇപ്പോൾ ഗ്രീഷ്മേനെ ഇപ്പോൾ അഖിലിനാണെങ്കിൽ ഇരുത്തിക്കൊണ്ട് പറയുകയല്ല, ഞാൻ വളരെ ചുരുക്കം കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ ഫോളോ ചെയ്യുന്ന ആളാണ് ഇൻസ്റ്റാഗ്രാമിൽ. ആ ചുരുക്കത്തിൽ ഏറ്റവും എനിക്ക് പ്രിയപ്പെട്ട കോണ്ടന്റ് ക്രിയേറ്റേഴ്സിൽ ഒരാളാണ് ഗ്രീഷ്മയും അതുപോലെ തന്നെ അഖിലും. ഇതേപോലെ തന്നെ മുമ്പോട്ട് പോവുക. നിങ്ങളുടെ ചെറിയ 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 ഹാപ്പിനെസ് നിങ്ങൾ ഇത്രമാത്രം ഹാപ്പിയാണോ അതുപോലെ തന്നെ ഏതാണ്ട് ഞങ്ങളും അതേപോലെ ഹാപ്പി ആയിട്ട് കാണാറുണ്ട്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അതെ, നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ അടുത്ത വിശേഷം നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിരിക്കണം ബേബി ഉണ്ടാവുക എന്നുള്ളത്. നല്ല ആരോഗ്യമുള്ള, നല്ല അഖിലിനെ പോലത്തെ ഒരു കുട്ടീനെയും അല്ലെങ്കിൽ ഗ്രീഷ്മനെ പോലെ ഒരു കുട്ടീനെയും മിടുക്കിയായിട്ടുള്ളൊരു വാവേനെ കിട്ടട്ടെ എന്ന്
ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. ഇത്രയും നേരം നമ്മളുടെ കൂടെ പോഡ്കാസ്റ്റിന് ടൈം സ്പെൻഡ് ചെയ്തതിന് താങ്ക് യു സോ മച്ച്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? താങ്ക് യു ഗദ്ദാഫി. വായിലെ വെള്ളം പറ്റിയിരിക്കണു. കുടിവെള്ളം പോലും തന്നില്ല ഗദ്ദാഫി. കഴിഞ്ഞിട്ട് നമുക്ക് ചായ കുടിക്കാം. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് അക്കി, താങ്ക് യു സോ മച്ച് ഗ്രീഷ്മ. അടിപൊളിയാവട്ടെ ലൈഫ്, ഇതേപോലെ തന്നെ ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്.